അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം പ്രതിഫലങ്ങൾ വെച്ചിട്ടുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഈ അസുലഭ മുഹൂർത്തത്തിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കുറച്ച് ദിക്റുകളും കുറച്ച് സ്വലാത്തുകളും ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസിനെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായി നമ്മൾ പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സമയത്ത് ഓരോ മലക്കുകൾ വന്നു എന്നാണ്. മഹാനായ ജിബ്രീൽ അലിഹിസ്സലാത്തു വസ്സലാം വന്നു, അതുപോലെ മീകായിൽ അലിഹിസ്സലാം വന്നു, ഇസ്രാഫീൽ അലിഹിസ്സലാം വന്നു, അതുപോലെ അസ്രായിൽ. ഈ 4 മലക്കുകളും വന്നിട്ട് ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ഇബ്രാഹിം നബിയെ, ഞങ്ങളുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒരു സഹായം വേണോ? താങ്കൾ വലിയ തീക്കുണ്ടാരത്തിലല്ലേ ഉള്ളത്? ആ സമയത്ത് ഓരോ മലക്കുകൾ വന്നപ്പോഴും ഇബ്രാഹിം നബി അലിഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് ദിക്റിൻ്റെ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പറയാനുള്ളത്. നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരണം എന്ന നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലാം. കാരണം ഈ ഒരു ദിക്റും അതുപോലെ ഈ ഒരു സംഭവമൊക്കെ നടന്നത് ഇതുപോലെ ഒരു മുഹറം മാസത്തിലായിരുന്നു എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ആ ദിക്ർ ഒന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇവിടെ ഹസ്ബുനല്ലാഹ് എന്ന് പറയാം, അതുപോലെ ഹസ്ബി അല്ലാഹ് എന്നും പറയാം. ഹസ്ബുൻ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു ഞങ്ങൾക്ക് മതി, ബഹുവചനമായിട്ട് പറയുകയാണ്. ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞാൽ എനിക്ക് അള്ളാഹു മതി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെല്ലാവരും ഇപ്പോൾ ഒന്നിച്ച് ചൊല്ലുന്നത് കൊണ്ട് നമ്മൾ ജംഇൻ്റെ ബഹുവചനമാണ് ചേർക്കുന്നത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. 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 ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരുപാട് പേരുകളുണ്ട്. അള്ളാഹുവിന് 99 പേരുണ്ട്. അതിൽ അള്ളാഹുവിന് ചില പേരുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അതിൽപ്പെട്ട ഒരു 2 പേര് കൂട്ടിച്ചേർത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോവുകയാണ്. മഹത്തുക്കളായ ഉലമാക്കൾ പറയുന്നു, ഈ 2 ഇസ്മുകൾ അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുമെന്നാണ്.
ഏതാണ് ആ രണ്ട് പേര്? ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലാം. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം. ഇനി പറയാൻ പോകുന്നത് 10 പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നടന്ന 10 അത്ഭുതങ്ങൾ. അതിൽപ്പെട്ട ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നതാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണല്ലോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ട ആ സംഭവം. ആ സമയത്ത് മഹാനവറുകൾ 40 ദിവസം, അതായത് ദുൽഹിജ്ജ 1 മത്സ്യത്തിൻ്റെ വയറ്റിൽ പോയിട്ട് പിന്നീട് പുറത്തേക്ക് വരുന്നത് മുഹറം 10 എന്നാണ്. അതായത് 40 ദിവസം തുടർച്ചയായി മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ആ ദിക്ർ, ആ തസ്ബീഹ്, ആ ദുആ നമുക്കൊന്നിച്ച് പറയാം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ,
ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 4 ദിക്റുകൾ. ആ 4 ദിക്റുകൾ ചേർത്ത് പറഞ്ഞാൽ അത് കടലിൻ്റെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും പൊറുത്തു തരുമെന്ന്, ആ ദിക്റിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് പൊറുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കണമെന്ന നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നമുക്ക് ഒന്നിച്ചു പറയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇനി പറയാൻ പോകുന്നത് ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ, 99 രോഗങ്ങൾക്കിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ്, 99 രോഗങ്ങൾക്ക് ശിഫയാകുന്ന ഒരു ചെറിയൊരു ദിക്റുണ്ട്. ആ രോഗങ്ങളിൽ ഏറ്റവും ചെറുത് ഹമ്മാണ്, അതായത് മനക്ലേശമാണ്, മനസ്സിലെ ടെൻഷനാണ്. അത് മഹാനായ തഴവ ഉസ്താദ് പദ്യരൂപത്തിൽ പാടിയതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ 99 രോഗങ്ങൾക്ക് ശിഫ കിട്ടുന്ന ഒരു ചെറിയ ദിക്റുണ്ട്. ആ ദിക്ർ നമുക്കറിയാവുന്ന ദിക്റാണ്. ഏതാണ്? നമുക്കൊന്നിച്ച് പറഞ്ഞാലോ?
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 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 ഇസ്തിഗ്ഫാർ മറന്നു പോവല്ലേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 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 ഇനി പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് രണ്ട് വചനങ്ങൾ. ആ രണ്ട് വചനങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിനത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നതാണ്. അതുപോലെ തന്നെ നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്. ആ ദിക്റാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഏതാണ് ആ ദിക്ർ? ഒന്നിച്ച് പറയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ
പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹുവിനോട് പറയുന്നു. വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ചൊല്ല് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇപ്പോൾ നമ്മൾ ദിക്റിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തതായി വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ആയത്തുകളുണ്ട്. അതിൽ വളരെ ശ്രേഷ്ഠമുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അതായത് ആയത്തുകളുടെ നേതാവ്, സയ്യിദുൽ ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയുടെ ശ്രേഷ്ഠതയൊക്കെ ഒരുപാടുണ്ട്. ശൈത്താനിൽ നിന്നും അള്ളാഹു രക്ഷ നൽകുന്ന ഏറ്റവും വലിയ ഒരു ആയത്ത് ഇതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു ആയത്തും ഇതാണ്. ആ ആയത്തുൽ കുർസി ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه
يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മറ്റൊരായത്താണ് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ. ആയത്തുകളുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത സ്വർഗത്തിലെ 8 കവാടങ്ങളും അള്ളാഹു നമുക്ക് വേണ്ടി തുറന്നു തരുമെന്നാണ്. രാവിലെ ഓതിയാൽ വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. അങ്ങനെയുള്ള വലിയ ശ്രേഷ്ഠമായ ആയത്താണ് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. സൂറത്തു തൗബയിൽ നമുക്ക് ബിസ്മി ഓതേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെയാണ് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. അപ്പോൾ അഊദ് മാത്രം നമുക്ക് ഓതിയാൽ മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അപ്പോൾ ആയത്തുകളുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ സ്വലാത്തുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد اللهم صل عليه وسلم
اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുത്ത സ്വലാത്തുൽ ഫാത്തിമി അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമുക്കറിയാമല്ലോ. അതൊക്കെ ഒന്നിച്ച് ചൊല്ലിയാലോ? اللهم صل على النور وأهله 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 അതത് സ്വലാത്ത് ഇത് എത്ര പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നു, ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോൾ ലക്ഷക്കണക്കിന് പ്രാവശ്യമാണ് നമുക്ക് സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം അള്ളാഹു നൽകുന്നത്. ആ അതത് സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله.
اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله ഇനി ചൊല്ലാൻ പോകുന്നത് സ്വലാത്തുൽ ഫിർദൗസിയ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന സ്വലാത്താണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم അല്ലാഹു തആല നമ്മുടെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മുഴുവൻ അദ്കാറുകളും സ്വലവാത്തുകളും അല്ലാഹു പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് കമൻറ്റിലൂടെയൊക്കെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് മറുപടി തരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ സമയത്ത് ദ്വാരക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അർഹമുർറാഹിമീനായ അല്ലാഹ് ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ, ഞങ്ങൾ പറഞ്ഞ ദിക്റുകൾ, ഔറാദുകൾ, സ്വലവാത്തുകൾ, അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവെ പടച്ചവനെ, ഞങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്. എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹുവേ പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ മക്കൾ അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹുവേ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്. ഖൈറായ ഇണകളെ കൊടുക്കണേ ജോലിയില്ലാത്ത ആളുകളുണ്ട്, നീ ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ, വീടില്ലാത്തവരുണ്ട്. ഖൈറായ വീട് നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുള്ളവരുണ്ട്. റഹ്മാനെ, കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ, കള്ളക്കേസുകളിൽ ജയിലിൽ കിടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും നീ മോചനം നൽകണേ അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുള്ളവരാണ് ഞങ്ങളിൽ പല ആളുകളും. എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നീ പരിഹരിക്കണേ മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, വീടുകളിൽ കഴിയുന്നവർ, അല്ലാഹുവേ ചെറുതും വലുതും രഹസ്യവും പരസ്യമായ മുഴുവൻ രോഗങ്ങളും നീ ശിഫയാക്കണേ ക്യാൻസർ തരല്ലേ ബ്രെയിൻ ട്യൂമർ തരല്ലേ ശ്വാസകോശത്തിൽ പ്രയാസം തരല്ലേ കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ റഹ്മാനെ. ശരീരത്തിന് ആന്തരികമായ അതുപോലെ തന്നെ ബാഹ്യമായ അവയവങ്ങൾക്ക് നീ ആരോഗ്യം നൽകണേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ ഞങ്ങളുടെ മക്കളെയെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ ഉന്നതമായ നിലയിൽ പഠിക്കാനുള്ള തൗഫീക്ക് കൊടുക്കണേ ഉപരിപഠനത്തിൽ നീ ഖൈർ നൽകണേ അല്ലാഹു ഞങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നതിനെ തൊട്ട് കാക്കണേ കഞ്ചാവിൻ്റെ അശ്ലീലങ്ങളുടെ കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ തരത്തിലുള്ള ദുശീലങ്ങളെ തൊട്ടും കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നീ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ ബറക്കത്തും സ്വസ്ഥതയും നൽകണേ ഞങ്ങളുടെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ മദ്യപാനിയായ ഭർത്താക്കന്മാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഭർത്താവിനെ ധിക്കരിക്കുന്ന ഭാര്യമാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈറും സലാമത്തും ഏറ്റിയേറ്റി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ പകർച്ചവ്യാധികളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവരാണ്. അല്ലാഹു ഞങ്ങളുടെ മജ്ലിസിൽ ദുആക്ക് പങ്കെടുക്കുന്ന ഒരുപാട് പ്രവാസികളായ ആളുകളുണ്ട്. അവരുടെ ജോലികളിൽ കുടുംബങ്ങളിൽ നീ ഖൈറും സലാമത്തും കൊടുക്കണേ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പിനെ നീ സ്വീകരിക്കണേ ഇനിയും ജീവിതത്തിൽ ഒരുപാട് മുഹറമുകളെ സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, പ്രത്യേകിച്ച് ഉമ്മമാര്, ഉപ്പമാര്, അല്ലാഹുവേ പല ഉമ്മമാരുടെയും മക്കള് ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അതുപോലെ ഒരുപാട് കുഞ്ഞുമക്കള് ശ്വാസകോശ സംബന്ധമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കരൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഒരുപാട് പ്രശ്നത്തിലകപ്പെട്ടവർ, എല്ലാവരുടെയും മാരകവും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങൾക്കും നീ ശിഫാ നൽകണേ അല്ലാഹു ഇവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹുവേ പ്രകൃതിക്ഷോഭങ്ങളെ തൊട്ട് കാക്കണേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പകർച്ചവ്യാധികളെ തൊട്ട് കാക്കണേ എല്ലാ കാര്യവും ഞങ്ങൾക്ക് ഏറ്റെടുത്ത് നീ നടത്തി തരണേ പ്രയാസങ്ങളെ തൊട്ട്, പ്രശ്നങ്ങളെ തൊട്ട് നീ കാക്കണേ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله. നമ്മൾ ചെയ്ത ദുആയും ദിക്റും സ്വലാത്തും എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. മറ്റുള്ളവരിലേക്ക് കൂടിയൊക്കെ ഇതിൻ്റെ ഈ യൂട്യൂബിൽ ലിങ്കുകൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അവരും പറയട്ടെ ദിക്റും സ്വലാത്തും. അല്ലാഹു നമ്മളെ എല്ലാവരെയും ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.